എല്ലാവർക്കും ഈ ജോലിയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്കിന്ന് നോക്കാനുള്ളത് അനുമാനയാണ് അഥവാ ഇൻഫറൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രത്യക്ഷ പ്രമാണമാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത് അനുമാനയാണ് അഥവാ ഇൻഫറൻസ് ആണ്. അപ്പൊ അനുമാന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് നമുക്ക് ആദ്യത്തെ സെന്റൻസിൽ നോക്കാനുള്ളത്. അനുമാന ലിറ്ററലി മീൻസ് ആഫ്റ്റർ നോളജ്. അനുമാനയുടെ ലിറ്ററൽ മീനിങ് എന്താണ്? ആഫ്റ്റർ നോളജ് എന്നാണ്. അതായത് ഒരു നോളജിൽ നിന്ന് നമ്മൾ മറ്റൊരു നോളജിലോട്ട് എത്തിച്ചേരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഫറൻസ് അഥവാ അനുമാന എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്? നോളജ് ദാറ്റ് ഫോളോ സം അതർ നോളജ്. ഒരു എറ്റിമോളജിക്കൽ മീനിങ് ഇവിടെ പറയുന്നുണ്ട്. അനുമാന, അനു എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എന്നാണ്, മന എന്ന് പറഞ്ഞാൽ നോളജ് എന്നാണ്. ഇറ്റ് ഈസ് ദ നോളജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു എ പ്രീവിയസ് നോളജ് ഓഫ് സം സൈൻ ഓർ മാർക്ക്. സൈൻ ഓർ മാർക്ക് എന്ന് ഇവിടെ പറയുന്നത് ലിംഗയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും? ഒരു മാർക്കോ സൈനോ ഉണ്ടായിരിക്കും. ആ മാർക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സൈനിൽ നിന്ന് നമ്മൾ എന്തിലോട്ട് എത്തിച്ചേരുന്നു? മറ്റൊരു നോളജിലോട്ട്, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു നോളജിലോട്ട് എത്തിച്ചേരുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഫറൻസ് അഥവാ അനുമാന എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഹില്ലില് സ്മോക്ക് കാണുവാണ്, ഹില്ലിൽ പുക കാണുവാണ്. അപ്പൊ പുക കണ്ടിട്ട് അവിടെ ഫയർ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അനുമാനിക്കുന്നു. ഫയർ ഒരിക്കലും നമ്മൾ നേരിട്ട് കാണുന്നില്ല. നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ പുകയാണ് കാണുന്നത്. പുക കണ്ടിട്ട്, ഈ ഒരു സൈൻ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഒരു അനുമാനം നടത്തുവാണ്. അവിടെ ഫയർ, നമ്മൾ കാണാത്ത ഫയർ ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് അനുമാന എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? ഇൻഫറൻസ് ഈസ് ദ പ്രോസസ് ഓഫ് നോയിങ് സംതിങ് നോട്ട് ബൈ ഒബ്സർവേഷൻ. അപ്പൊ നമ്മളിവിടെ അറിയുന്നത് എന്തിലൂടെയല്ല? ഒബ്സർവേഷനിലൂടെ അല്ല, അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അല്ല നമുക്കിവിടെ നോളജ് കിട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് നോളജ് കിട്ടുന്നത്? ബട്ട് ത്രൂ ദ മീഡിയം ഓഫ് എ മാർക്ക്. ഒരു മാർക്കിന്റെ മീഡിയത്തിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഒരു നോളജ് കിട്ടുന്ന. ആ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫയർ ആണ്. അപ്പൊ ഈ ഒരു ഫയർ ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ലിംഗ എന്ന് പറയുന്നത്. ഇപ്പം ലിംഗ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇനി ഇൻഫറൻസിന്റെ പാർട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇതിന് എന്തെന്നാണ് പറയുന്നത്? ഹേതു എന്നാണ് പറയുന്നത്. ഹേതു ലിംഗം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ പറയുന്ന ഹേതു? എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ഫയറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു സൈൻ വെച്ചിട്ട് നമ്മൾ എന്ത് പറയുന്നു? അവിടെ ഫയർ ഉണ്ട് എന്ന് നമ്മൾ പറയാണ്. അപ്പൊ എന്താണ് നമ്മൾ ഇൻഫറൻസ് എടുക്കുമ്പോൾ, ഇൻഫറൻസിന് പ്രധാനമായിട്ട് 3 കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്, 3 പാർട്ടുകളുണ്ട്, 3 ടേംസ് ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇൻഫറൻസ് യൂസ്ഡ് 3 ടേംസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 3 പ്രപ്പോസിഷൻസ്. ഒരു ഇൻഫറൻസിൽ കുറഞ്ഞതൊരു 3 പ്രപ്പോസിഷൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. ആ 3 പ്രപ്പോസിഷൻസിലും കൂടെയായിട്ട് എത്ര ടേംസ് ഉണ്ടായിരിക്കണം? 3 ടേംസ് ഉണ്ടായിരിക്കണം. നമ്മൾ സില്ലജിസം പഠിച്ചിട്ടുണ്ട് അല്ലെ? സില്ലജിസം തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ഇൻഫറൻസിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. സില്ലജിസം എന്ന് പറയുമ്പോൾ നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ പഠിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഇന്ത്യൻ ഫിലോസഫിയിൽ നമുക്ക് കുറച്ചധികം ആർഗ്യുമെന്റ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ടേംസ് ഒക്കെ 3 തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള. മേജർ ടേമും അതേപോലെ തന്നെ മൈനർ ടേമും പിന്നുള്ളത് മിഡിൽ ടേമുമാണ്. നമ്മൾ സിലജിസത്തിൽ പഠിച്ച ആ 3 ടേംസും തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. പക്ഷെ എന്താണ് അതിന്റെ സാൻസ്ക്രിറ്റ് ടേമും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം മേജർ ടേമിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സാധ്യ എന്ന് പറയുന്നു. മൈനർ ടേമിനെ എന്തെന്ന് പറയുന്നു? പക്ഷ എന്ന് പറയുന്നു. മിഡിൽ ടേമിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഹേതു ഓർ ലിംഗ എന്ന് പറയുന്നു. അപ്പം ഈ ഒരു ലിംഗ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഹേതു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പൊ മേജർ ടേം എന്താന്ന് നോക്കാം. ദ ക്യാരക്ടർ ദാറ്റ് ഈസ് ഇൻഫേർഡ് ഈസ് കോൾഡ് സാധ്യ. ഇറ്റ് നീഡ്സ് ടു ബി പ്രൂവ്ഡ്. അപ്പൊ സാധ്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇൻഫറൻസ് നടത്തുമ്പോൾ നമ്മൾ ഒരു നോളജിലോട്ട് എത്തിച്ചേരുമല്ലോ, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുമല്ലോ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാധ്യ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. എന്താണ്? ഹില്ലുണ്ട്. ആ ഹില്ലില് നമ്മൾ എന്തിനെ കണ്ടു? സ്മോക്ക് കണ്ടു. ആ സ്മോക്ക് കണ്ടിട്ട് നമ്മൾ എന്ത് അനുമാനത്തിലോട്ടാണ് എത്തിച്ചേർന്നത്? ഫയർ എന്ന് പറയുന്ന അനുമാനത്തിലോട്ടാണ് എത്തിച്ചേർന്നത്. അപ്പം സാധ്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ എത്തിച്ചേരുന്ന ആ നോളജ് ആണ്.
അപ്പൊ ഇവിടെ സാധ്യമായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഫയർ ആണ്. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ സാധ്യമായിട്ട് പറയുന്നത് എന്തിനെയാണ്? ഫയറിനെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വായിക്കാം. സാധ്യ എന്ന് പറഞ്ഞാൽ മേജർ ടേം ആണ്. ദ ക്യാരക്ടർ ദാറ്റ് ഈസ് ഇൻഫേർഡ്, നമ്മൾ എന്താണോ ഇൻഫർ ചെയ്യുന്നത്, ആ ഇൻഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധ്യ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻഫർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് പ്രൂവ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പം രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് മൈനർ ടേം ആണ്, അഥവാ പക്ഷയാണ്. മൈനർ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സബ്ജക്ട് വേർ ദ ക്യാരക്ടർ ഈസ് ഇൻഫേർഡ് ഈസ് പക്ഷ. അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പൊ നമ്മളിവിടെ എന്ത് പറഞ്ഞു? ഹില്ല് പറഞ്ഞു, അതോടൊപ്പം തന്നെ സ്മോക്ക് പറഞ്ഞു. സ്മോക്ക് കണ്ടിട്ട് നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞു? ഫയർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ഹേതു എന്ന് പറയുന്നത്, ലിംഗ എന്ന് പറയുന്നത് സ്മോക്കാണ്. ഈ സ്മോക്ക് കണ്ടിട്ടാണ് നമ്മൾ അവിടെ എന്തുണ്ടെന്ന് അനുമാനിക്കുന്നത്? ഫയർ ഉണ്ട് എന്ന് അനുമാനിക്കുന്നത്. അപ്പം ഹേതുവിന്റെ ഇരിപ്പിടത്തെയാണ് എന്തെന്ന് പറയുന്നത്? പക്ഷ എന്ന് പറയുന്നത്. അപ്പൊ പക്ഷ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹില്ലായിരിക്കും. നമ്മൾ ഇൻഫറൻസ് നടത്തുന്നത് എവിടെയാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പക്ഷ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു നോളജിലോട്ട്, ആ സാധ്യയിലോട്ട് എത്തിക്കുന്നത് എന്താണ്? പുകയാണ്, അല്ലെ? ആ സാധ്യയിലോട്ട് എത്തിക്കുന്നത് പുകയാണ്. പുക എന്ന് പറയുന്നത് ലിംഗയാണ്, അഥവാ ഹേതുവാണ്, അല്ലെ? അപ്പൊ ഹേതു എവിടെയാണ് കാണുന്നത് അതിനെയാണ് നമ്മൾ പക്ഷ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ പക്ഷയ്ക്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഹിൽ എന്ന് പറയുന്നത് എന്താണ്? പക്ഷയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ടേം ആണ് പഠിക്കാനുള്ളത്. ഹേതു ആണ്. ഹേതു നമ്മൾ ഇപ്പൊ പറഞ്ഞു എന്താണ്? മിഡിൽ ടേം ആണ്, ലിംഗയാണ്, ഹേതു ആണ്. അപ്പൊ എന്താണ് ഹേതു എന്ന് പറയുന്നത്? നമ്മൾ ആ ഒരു നോളജിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു മാർക്കിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സൈനെയാണ് എന്തെന്ന് പറയുന്നത്? ഹേതു എന്ന് പറയുന്നത്. അപ്പൊ ഹേതുവിനെ കണ്ടിട്ടാണ് നമ്മൾ അവിടെ ഫയർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ ഈ എക്സാമ്പിളിൽ സ്മോക്ക് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹേതു എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ദ മാർക്ക് ഓർ സൈൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഇൻഫറബിൾ ഒബ്ജക്റ്റ്, സാധ്യ. അപ്പൊ സാധ്യയുടെ പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സൈനെയാണ്, അല്ലെങ്കിൽ മാർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹേതു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ദ ഹിൽ ഈസ് ഫയറി ബിക്കോസ് ഇറ്റ് സ്മോക്ക്. അപ്പൊ എന്താണ്? ആ ഹില്ലിൽ എന്തുണ്ട്? ആ ഹില്ല് ഫയറിയാണ്. കാരണം എന്താണ്? അവിടെ സ്മോക്ക് ഉണ്ട്. വാട്ട് എവർ സ്മോക്സ് ഈസ് ഫയറി, എവിടൊക്കെ പുകയുണ്ടോ അവിടൊക്കെ എന്തുണ്ടായിരിക്കും? തീ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്? ദ ഫയർ ഈസ് ദ സാധ്യ. അപ്പം അവിടുത്തെ ഫയർ എന്ന് പറയുന്നത് എന്താണ്? സാധ്യയാണ്. ആസ് ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി വാണ്ട് ടു പ്രൂവ്. അപ്പം സാധ്യ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ എത്തിച്ചേരുന്ന നോളജ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രൂവ് ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് തന്നെയാണ് താഴെയും പറയുന്നത്. പിന്നെന്താണ്? ഹിൽ ഈസ് ദ പക്ഷ ഓർ മൈനർ ടേം സിൻസ് ഇറ്റ് ഈസ് ദ സബ്ജക്ട് അണ്ടർ കൺസിഡറേഷൻ ഇൻ ദ കോഴ്സ് ഓഫ് ദ ഇൻഫറൻഷ്യൽ റീസണിങ്. സ്മോക്ക് ഈസ് ദ ലിംഗ ഓർ മിഡിൽ ടേം ആസ് ഇറ്റ് ഈസ് ദ മാർക്ക് ഓർ സൈൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഫയർ. മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹേതു ഓർ ദ റീസൺ ഓർ ഗ്രൗണ്ട് ഓഫ് ഇൻഫറൻസ്. അപ്പം ലിംഗ അഥവാ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? ഹേതുവാണ്, റീസൺ ആണ്, ഗ്രൗണ്ട് ഓഫ് ഇൻഫറൻസ് ആണ്, അല്ലെ? നമ്മൾ ഇൻഫറൻസ് നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹേതുവിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു ഇൻഫറൻസ് പറയുമ്പം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ടേംസ്. ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിവിടെ എന്താണ് ഇൻഫറൻഷ്യൽ പ്രോസസ്സിൽ വേണ്ട പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. എന്തൊക്കെയാണ്? there are 2 factors that are essential in an inferential process. അപ്പോൾ ഒരു ഇൻഫറൻസിൽ എസെൻഷ്യൽ ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. വ്യാപ്തിജ്ഞാനം ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വ്യാപ്തി എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ വ്യാപ്തിജ്ഞാനം എന്താണെന്നുള്ളത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പക്ഷധർമ്മതജ്ഞാന. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത്? വ്യാപ്തിജ്ഞാന എന്ന് പറയുന്നത്. വ്യാപ്തിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നോളജ് ഓഫ് ദ ഇൻവേരിയബിൾ കൺകമിറ്റന്റ് റിലേഷൻ ബിറ്റ്വീൻ ഹേതു ആൻഡ് സാധ്യ. എന്താണ്? ഇറ്റ് ഈസ് ദ നോളജ് ഓഫ് ഇൻവേരിയബിൾ അസോസിയേഷൻ ഓഫ് ദ മിഡിൽ ടേം ഹേതു വിത്ത് ദ മേജർ ടേം. മേജർ ടേമും
അതേപോലെ തന്നെ മിഡിൽ ടേമും തമ്മിലുള്ള ഇൻവേരിയബിൾ അസോസിയേഷനെ കുറിച്ചിട്ടുള്ള നോളജിനെയാണ് എന്ന് പറയുന്നത് വ്യാപ്തിജ്ഞാനം എന്ന് പറയുന്നത്. അല്ലെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഫയറും സ്മോക്കും തമ്മിൽ എന്തുണ്ട്, ഇൻവേരിയബിൾ റിലേഷൻ ഉണ്ട്. എവിടൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടൊക്കെ നമുക്ക് എന്തുണ്ടെന്ന് പറയാം, ഫയർ ഉണ്ട് എന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ എന്ത് കാണാൻ സാധിക്കും, ഫയർ കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ അടുക്കളയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, സ്മോക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പം അടുക്കളയിൽ സ്മോക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, ഫയർ ഉണ്ട്. അപ്പൊ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്, അടുക്കളയിൽ സ്മോക്ക് കാണുന്നു. ആ സ്മോക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഫയർ ആണ്. അത് സ്മോക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഫയർ ആണ് അല്ലെ. ഇത് നമുക്കറിയാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്കുള്ള അറിവാണ് എന്തെന്ന് പറയുന്നത്, തീ കത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തുണ്ടാകും, പുകയുണ്ടാകും എന്നുള്ള അറിവ്. ആ അറിവിനെയാണ് എന്തെന്ന് പറയുന്നത് വ്യാപ്തിജ്ഞാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ it is the knowledge of invariable concomitant relation between ഹേതു ആൻഡ് സാധ്യ. സാധ്യയും ഹേതുവും തമ്മിലുള്ള ഇൻവേരിയബിൾ കൺകമിറ്റന്റ് റിലേഷനെയാണ് നമ്മൾ വ്യാപ്തി എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ടുള്ള നോളജിനെയാണ് എന്ന് പറയുന്നത് വ്യാപ്തിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ വ്യാപ്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലായ്പ്പോഴും ഇൻഫറൻസ് നടത്തുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഹില്ലിന്റെ കേസ് പറഞ്ഞു അല്ലെ. അപ്പൊ ഹില്ലിൽ നമ്മൾ പുക കണ്ടു, പുക മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പുക കണ്ടിട്ട് നമ്മൾ എന്ത് പറയുകയാണ്, അവിടെ ഫയർ ഉണ്ട് എന്ന് നമ്മൾ പറയാണ്. അപ്പൊ അത് പറയാനുള്ള കാരണം എന്തുവാണ്, നമുക്ക് ഓൾറെഡി എന്തുണ്ട്, വ്യാപ്തിജ്ഞാനമുണ്ട്. എവിടൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടൊക്കെ ഫയർ ഉണ്ട് എന്നുള്ള ഒരു വ്യാപ്തിജ്ഞാനം നമുക്കുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹില്ലിൽ സ്മോക്ക് കണ്ടിട്ട് ഉടനെ നമ്മൾ അവിടെ എന്തുണ്ടെന്ന് പറഞ്ഞത്, ഫയർ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഏതൊരു ഇൻഫറൻസ് നടത്തുന്നതിനും എന്താവശ്യമാണ്, വ്യാപ്തിജ്ഞാനം ആവശ്യമാണ്. ഇപ്പൊ എക്സാമിന് വ്യാപ്തി എന്തെന്ന് ചോദിക്കാം. വ്യാപ്തി എന്ന് പറയുന്ന ഒന്നുമില്ല, ഈ പറയുന്ന സാധ്യയും ഈ പറയുന്ന ഹേതുവും തമ്മിലുള്ള ഇൻവേരിയബിൾ റിലേഷൻ ആണ്. ഇൻവേരിയബിൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ എവിടൊക്കെ സാധ്യമുണ്ടോ അവിടൊക്കെ എന്തുണ്ടായിരിക്കും, ഹേതു ഉണ്ടായിരിക്കും. സാധ്യമുണ്ടോ അവിടെ ഹേതു ഉണ്ടായിരിക്കും. ആ റിലേഷനെയാണ് എന്തെന്ന് പറയുന്നത്, വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പൊ ആ റിലേഷനെ കുറിച്ചിട്ട് നമുക്ക് അറിയാമെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, വ്യാപ്തിജ്ഞാനം എന്ന് പറയാം. അപ്പൊ വ്യാപ്തിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ, ഇൻഫറൻസ് നടത്താൻ പറ്റുള്ളൂ. അടുത്തത് എന്താണ് വരുന്നത്, പക്ഷധർമ്മത ജ്ഞാനയാണ്. പക്ഷധർമ്മത ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഒബ്സർവേഷൻ ഓഫ് മിഡിൽ ടേം ആസ് ബീയിങ് പ്രസന്റ് ഇൻ ദ മൈനർ ടേം. സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. ഈ പറയുന്ന പക്ഷയിൽ നമ്മൾ എന്തിനെ കണ്ടിരിക്കണം, പക്ഷയിൽ നമ്മൾ എന്തിനെ കണ്ടിരിക്കണം, മിഡിൽ ടേമിനെ കണ്ടിരിക്കണം അല്ലെ. മിഡിൽ ടേമിനെ, അഥവാ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡിൽ ടേം എന്ന് പറയുന്നത് ഹേതുവാണ്. അപ്പൊ നമ്മൾ പക്ഷയിൽ നമ്മൾ എന്തിനെ കണ്ടിരിക്കണം, ഹേതുവിനെ കണ്ടിരിക്കണം. അപ്പൊ ഹില്ലിന് നമുക്ക് എന്തിനെ കാണാം, സ്മോക്കിനെ കാണാം. അത് പക്ഷധർമ്മതയാണ്. കടലില് നമുക്ക് സ്മോക്കിനെ അല്ലെങ്കിൽ ഒരു ലേക്കില്, ഒരു നദിയില് നമുക്ക് സ്മോക്ക് കാണാൻ പറ്റുമോ, ഇല്ല. എന്തുകൊണ്ട് കാണാൻ പറ്റില്ല, ഒരിക്കലും വെള്ളത്തിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല, പുക കാണാൻ സാധിക്കില്ല. അപ്പം എന്താണ് ഇവിടെ പക്ഷധർമ്മത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് ദ ഒബ്സർവേഷൻ ഓഫ് ദ മിഡിൽ ടേം ആസ് ബീയിങ് പ്രസന്റ് ഇൻ ദ മൈനർ ടേം. മൈനർ ടേമിൽ എന്ത് പ്രസന്റ് ആയിരിക്കണം, മിഡിൽ ടേം പ്രസന്റ് ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് നോളജും വെച്ചിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, സൗണ്ട് ആയിട്ടുള്ള ഒരു ഇൻഫറൻസ് നടത്തുന്നത്. ഓക്കെ ആണല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻഫറൻസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫറൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇൻഫറൻസിന് പ്രധാനമായിട്ട് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പർപ്പസിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് സെർവ്ഡ് ബൈ ഇൻഫറൻസ്. ഇപ്പൊ 2 ടൈപ്പ് ഓഫ് ഇൻഫറൻസ് ഉണ്ട് പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന് സ്വാർത്ഥാനുമാനയും, രണ്ടാമത്തത് പരാർത്ഥാനുമാനം. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പരാർത്ഥാനുമാനം. പരാർത്ഥാനുമാനയുടെ 5 മെമ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സില്ലജിസം തന്നെയാണ് നമുക്ക് ഈ പരാർത്ഥാനുമാനയിൽ പഠിക്കാനുള്ളത്. അപ്പം അത് പരാർത്ഥാനുമാനയിൽ പോകുമ്പോഴും നമുക്കത് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെയാണ്. സ്വാർത്ഥാനുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഇൻഫറൻസ് ഫോർ വൺസ് ഓൺ സേക്ക്. അല്ലെ, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഇൻഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്വാർത്ഥാനുമാന എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹില്ലില് സ്മോക്ക് കണ്ടു, അപ്പം ഞാൻ വിചാരിക്കണം അങ്ങോട്ട് പോകണ്ട, കാരണം അവിടെ തീയുണ്ട്.
അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നടത്തിയ ഇൻഫറൻസ്, എനിക്കത് ആരെയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺവീൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇൻഫറൻസ് ഫോർ വൺസ് ഓൺ സേക്ക് അല്ലെ, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഇൻഫറൻസിനെയാണ് സ്വാർത്ഥാനുമാന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ പ്രോസസ്. ഇതെന്താണ് സൈക്കോളജിക്കൽ പ്രോസസ്? നമ്മൾ പെട്ടെന്ന് ഇൻഫർ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഇൻഫർ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇവിടെ പറയുന്നത്? which does not require the formal statement of its different members. അപ്പം ഈ നമ്മൾ നടത്തിയ ഇൻഫറൻസിനെ ഫോർമൽ സ്റ്റേറ്റ്മെന്റുകളാക്കി, സെന്റൻസുകളാക്കി എനിക്ക് അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റൊരാളെ കൺവീൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ എത്ര രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളിങ്ങനെ മനക്കണക്ക് വെച്ച് കൂട്ടിയിട്ട് കറക്റ്റ് ആണോ എന്ന് എന്ത് ചെയ്യാണ്? ചെക്ക് ചെയ്യുകയാണ്. ഇത് സ്വാർത്ഥാനുമാനമാണ്. നേരെ മറിച്ച് നമ്മളൊരു കടയിൽ പോയിട്ട് അതിന്റെ ബില്ല് മേടിച്ച് എല്ലാം സ്റ്റേറ്റ്മെന്റ് ആക്കും. പച്ചക്കറിക്ക് എത്ര രൂപയായി, അതേപോലെ തന്നെ മീറ്റിന് എത്ര രൂപയായി, അരിക്ക് എത്ര രൂപയായി, അങ്ങനെ നമ്മൾ ലിസ്റ്റ് കൃത്യമായിട്ട് സെന്റൻസ് ആയിട്ട് എഴുതിയിട്ട് ടോട്ടൽ ഇത്ര രൂപയായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുവാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വീട്ടുകാരെ കൺവിൻസ് ചെയ്യണം. ഇത്ര രൂപ എനിക്ക് തന്നു, ഇത്ര രൂപയ്ക്ക് ഞാൻ സാധനം മേടിച്ചു, ബാലൻസ് ഞാൻ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് പരാർത്ഥം അല്ലെ, പരാർത്ഥാനുമാനമാണ്. അതായത് നമ്മൾ നടത്തിയിട്ടുള്ള, അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, അത് പരാർത്ഥാനുമാനമല്ല. എന്താണ് നമ്മൾ എന്ത് ചെയ്തു? അതിനെ സ്റ്റേറ്റ്മെന്റുകളാക്കി മാറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മളൊരു ഇൻഫറൻസ് നടത്തിയിട്ട് ആ ഇൻഫറൻസിനെ നമ്മൾ സെന്റൻസ് ആക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നടത്തിയിട്ടുള്ള ഇൻഫറൻസ് കറക്റ്റ് ആണ്. അപ്പൊ ആ ഒരു ഇൻഫറൻസ് മറ്റൊരാളെ കൺവിൻസ് ചെയ്യണം. അങ്ങനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അനുമാനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പരാർത്ഥാനുമാനമാണ്. സ്വാർത്ഥാനുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നടത്തിയ ഇൻഫറൻസ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ പരാർത്ഥാനുമാനം ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. നിങ്ങളൊരു 5 ക്വസ്റ്റ്യൻ എടുത്തോളൂ, അതിനകത്ത് 3 ക്വസ്റ്റ്യനിലും എന്തുണ്ടാകാം? 3 ക്വസ്റ്റ്യൻസിൽ എന്തുണ്ടാകാം? പരാർത്ഥാനുമാനയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ എന്താണ്? ഇൻഫറൻസ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫറൻസ് ആണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഇൻഫറൻസ് ആണ്. ദിസ് ടൈപ്പ് ഓഫ് ഇൻഫറൻസ് ഈസ് ഇന്റൻഡഡ് ഫോർ കൺവീൻസിങ് അതേഴ്സ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്? മറ്റൊരാളെ കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് എ ഡെമോൺസ്ട്രേറ്റീവ് ഇൻഫറൻസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 5 മെമ്പേഴ്സ് ഓഫ് ഇൻഫറൻസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെമോൺസ്ട്രേറ്റീവ് ഇൻഫറൻസ് ആണ്. ഡെമോൺസ്ട്രേറ്റീവ് ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എന്തുണ്ടായിരിക്കും? സെന്റൻസുകൾ ഉണ്ടായിരിക്കും, സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ 5 സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇൻഫറൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സിലജിസം പഠിച്ചല്ലോ. സിലജിസത്തിൽ നമ്മൾ 3 സെന്റൻസ് അല്ലേ പറയുന്നത്? ഏതാണ്? മേജർ പ്രമിസ്, മൈനർ പ്രമിസ്, കൺക്ലൂഷൻ. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് 5 സ്റ്റേറ്റ്മെന്റുകളാണ്. സിലജിസത്തിൽ 3 സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ലോജിക്കിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 5 സ്റ്റേറ്റ്മെന്റുകളാണ്. ഈ 5 സ്റ്റേറ്റ്മെന്റുകളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ പേരുകൾ സഹിതം കൃത്യമായിട്ടുള്ള ഓർഡറിൽ പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 5 മെമ്പേഴ്സ് ഓഫ് ഇൻഫറൻസ്, അതിനെ പഞ്ച അവയവ അനുമാനം എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഈ സാൻസ്ക്രിറ്റ് ടേം ഓർത്തിരിക്കുക. എന്താണ് പഞ്ച അവയവ? അതായത് 5 മെമ്പേഴ്സ് ആണ് അല്ലെ, അതുകൊണ്ടാണ് അതിനെ പഞ്ചവയവ അനുമാന എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കത് നോക്കാം. ഒന്നാമത്തെ എന്താണ്? there are 5 members in the Naya inference as follow. പ്രധാനമായിട്ടും എത്ര മെമ്പേഴ്സ് ആണ്, എത്ര സ്റ്റേറ്റ്മെന്റുകളാണ് ഒരു ഇൻഫറൻസിലുള്ളത്? 5 സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. 5 സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. ഈ ഒരു ഓർഡറിൽ കൃത്യമായിട്ട് കാണാൻ ചോദിക്കുക. ഓക്കെ ആണല്ലോ? കൃത്യമായിട്ടുള്ള ഓർഡറിൽ തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. ഡിസോർഡർ ആക്കി കൊടുത്തിട്ട് കൃത്യമായിട്ടുള്ള ഓർഡറിലാക്കാൻ ചോദിക്കും. അപ്പൊ പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന എന്നുള്ള കൃത്യമായിട്ടുള്ള ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. പ്രതിജ്ഞ എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ദ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ടു ബി പ്രൂവ്ഡ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്? ദിസ് ഹിൽ ഹാസ് ഫയർ. നമ്മളെ മുന്നിലുള്ള ഈ ഒരു ഹില്ലിൽ എന്തുണ്ട്? ഫയർ ഉണ്ട്. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പൊ തെളിയിക്കാനുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രതിജ്ഞ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഹേതുവാണ്.
അല്ലെ? അവിടെ ഫയർ ഉണ്ട് എന്ന് പറയാൻ എന്തുണ്ടായിരിക്കണം? ഒരു റീസൺ ഉണ്ടായിരിക്കണം, ഒരു കാരണം ഉണ്ടായിരിക്കണം. അതായിരിക്കും നമ്മൾ ഇവിടെ പറയുന്നത്, ഹേതുവില് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് എ റീസൺ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊപ്പോസിഷൻ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. എക്സാമ്പിൾ ആയിട്ട് ദിസ് ഹിൽ ഹാസ് ഫയർ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്? എന്താണ്? ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. കാരണം നമ്മൾ രണ്ടാമത്തെ സെന്റൻസിൽ സ്റ്റേറ്റ് ചെയ്യണം. അപ്പൊ കാരണമായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക്. കാരണം അവിടെ എന്തുണ്ട്? സ്മോക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദിസ് ഹിൽ ഹാസ് ഫയർ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 5 ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ട് കറക്റ്റ് ഓർഡറിനാക്കാൻ ചോദിക്കാം. അപ്പം സ്റ്റേറ്റ്മെന്റും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ എക്സാമ്പിൾ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയുടെ അവസാനം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ ഹേതു എന്ന് പറയും. അവിടെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ട എന്താണ്? റീസൺ ആണ്, കാരണമാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഉദാഹരണം കൊടുക്കണം, അല്ലെ? ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുക്കണം. ഇറ്റ് ഗീവ്സ് ദ യൂണിവേഴ്സൽ കൺകമിറ്റൻസ് ടുഗദർ വിത്ത് ആൻ എക്സാമ്പിൾ. ആ രണ്ട് എന്താണ് ടേംസും തമ്മിലുള്ള ആ ഒരു യൂണിവേഴ്സൽ കൺകമിറ്റൻസിന് അനുയോജ്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ അവിടെ കൊടുക്കണം. വാട്ട് എവർ ഹാസ് സ്മോക്ക് ഹാസ് ഫയർ. എക്സാമ്പിൾ ആൻ ഓവൻ. ഓവൻ നമ്മൾ പറയത്തില്ല, ഓവൻ മാറ്റിയിട്ട് നമുക്ക് കിച്ചൺ പറയാം, അല്ലെ? ഓവനിൽ നമ്മൾ അങ്ങനെ ഫയർ കാണില്ലല്ലോ, അല്ലെ? അതേപോലെ തന്നെ അങ്ങനെ വലുതായിട്ട് സ്മോക്കും കാണില്ല. കിച്ചൺ എന്നുള്ളത് എക്സാമ്പിൾ ആയിട്ട് എഴുതാട്ടോ. കിച്ചൺ ഓക്കെ ആണല്ലോ? അപ്പൊ അത് ഉദാഹരണമാണ്. അപ്പൊ അതെന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഉദാഹരണം കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണും കേട്ടോ. അവിടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു കാരണങ്ങൾ. ഹേതു കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ബിക്കോസ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? പിന്നെ വരുന്നത് ഉപനയാണ്. ഉപനയ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ യൂണിവേഴ്സൽ കൺകമിറ്റൻസ് ടു ദ പ്രസന്റ് കേസ്. അപ്പൊ എന്താണ്? നമുക്കറിയാം ഒരു യൂണിവേഴ്സൽ കൺകമിറ്റൻസ് ഉണ്ട്, അല്ലെ? യൂണിവേഴ്സൽ കൺകമിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എവിടൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടൊക്കെ ഫയർ ഉണ്ട് എന്നുള്ള ഒരു യൂണിവേഴ്സൽ തിയറി നമുക്കറിയാം, അല്ലെ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് കേസിലോട്ട് അപ്ലൈ ചെയ്യണം. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉപനയ എന്ന് പറയുന്നത്. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഹിൽ ഹാസ് സ്മോക്ക് വിച്ച് ഈസ് ഇൻവേരിയബിളി അസോസിയേറ്റഡ് വിത്ത് ഫയർ. അപ്പൊ ഇൻവേരിയബിളി അസോസിയേറ്റഡ് എന്ന് പറയുന്ന 2 വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഉപനയാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ 5ാമതായിട്ട് പറയുന്നത് എന്താണ്? നിഗമനമാണ്. നിഗമനം 5ാമതായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിഗമനമാണ്. ഇറ്റ് ഈസ് ദ കൺക്ലൂഷൻ ഡ്രോൺ ഫ്രം പ്രിസീഡിങ് പ്രപ്പോസിഷൻ. മുകളിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ എന്തിലോട്ട് എത്തിച്ചേരുന്നു? കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുന്നു, അല്ലെ? കൺക്ലൂഷനിൽ എന്തുണ്ടായിരിക്കും? ഒരു therefore ഉണ്ടായിരിക്കും. ചിലപ്പോൾ 3 കുത്തായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ therefore ആയിരിക്കും. ഓക്കെ ആണല്ലോ? പ്രതിജ്ഞ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. പ്രതിജ്ഞ ഹേതു ഒന്ന് തന്നെയാണ്. പ്രതിജ്ഞയും കൺക്ലൂഷനും ഒന്ന് തന്നെയാണ് കേട്ടോ. ദിസ് ഹിൽ ഹാസ് ഫയർ, ഇതാണ് പ്രതിജ്ഞ. കൺക്ലൂഷനും അത് തന്നെയാണ്. ദ ഹിൽ ഹാസ് ഫയർ. ദിസ് മാറിയിട്ട് ദ ഹില്ലായി. ദ ഹിൽ ഹാസ് ഫയർ. അപ്പൊ അതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്തുവാണ്? കൺക്ലൂഷന്റെ മുന്നിൽ ഒരു therefore ഉണ്ടായിരിക്കും, പ്രതിജ്ഞയിൽ എന്തുണ്ടായിരിക്കില്ല? therefore ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ നോക്കാനുള്ളത്? പഞ്ചഅവയവയില് നോക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് ഇൻഫറൻസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനും കൂടെ നമുക്ക് ഇൻഫറൻസിൽ നോക്കാനുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.